ഹായ് ഫ്രണ്ട്സ്, കിച്ചൂസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ് പഴംപൊരി എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. പഴംപൊരി ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. ഈവനിങ് മാത്രമല്ല, ഒരു സ്നാക്കാണ് പഴംപൊരി. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പഴംപൊരിയുടെ മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ് ബൗളാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ആഡ് ചെയ്യുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. ഞാൻ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് നല്ല മധുരം കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഒരു 3 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. പഴംപൊരിയിൽ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഓവർ തിക്നെസ് ഇല്ലാതെ ആവശ്യത്തിന് കുറച്ചൊരു വെള്ളം പരുവത്തിൽ, ഓവറായിട്ട് തിക്നെസ്സും ഇല്ല എന്നാൽ വല്ലാണ്ട് വെള്ളം പരുവം അല്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മാവിന് തിക്നെസ് കൂടാൻ പാടില്ല. തിക്നെസ് കൂടുന്ന സമയത്ത് പഴംപൊരിയുടെ ടേസ്റ്റ് തന്നെ മാറുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്കിതിൽ ഏലക്കായ യൂസ് ചെയ്യേണ്ടവർക്ക് ഏലക്കായ ഇടാം. അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യേണ്ടവർക്ക് ആഡ് ചെയ്യാം. ഞാനത് ഒന്നുമില്ലാതെ പ്ലെയിൻ ആയിട്ടുള്ള പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത്. ഈ മാവ് നമുക്ക് ഒരു 10-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഴം കട്ട് ചെയ്ത് വെക്കാം. ഇത് നന്നായി പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ്. നല്ല പഴുത്ത നേന്ത്രപ്പഴം യൂസ് ചെയ്യുകയാണെങ്കിൽ പഴംപൊരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് നടുകെ കീറിയിട്ട് വേണമെങ്കിലും കുഞ്ഞു സ്ലൈസ് ആക്കിയിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇതുപോലെ നേരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കാം. അത്യാവശ്യം വലിയ പഴംപൊരി ആയിട്ടുണ്ടായിരിക്കും. ഓവർ കട്ട് ചെയ്യാണ്ട് ഇതുപോലെ ചെറിയ സ്ലൈസസ് ആക്കിയിട്ട് എടുക്കുക. പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവും പഴവും റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പാനിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ബാറ്ററിൽ മുക്കിയിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എണ്ണ നന്നായിട്ട് ചൂടായിരിക്കണം, അല്ലെങ്കിൽ പഴംപൊരി പെട്ടെന്ന് വെന്ത് വരില്ല. അപ്പോൾ ഈ എണ്ണയിൽ ഒരു 4 സ്ലൈസൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 4 വലിയ സ്ലൈസ് പഴംപൊരിയാണ് ഫസ്റ്റ് ഉണ്ടാക്കാൻ പോണത്. എണ്ണ നന്നായി ചൂടായത് കാരണം പഴംപൊരിയെല്ലാം നന്നായിട്ട് ഇങ്ങനെ ബബിൾസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പഴംപൊരികൾ തമ്മിൽ ഒട്ടിപ്പോവാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് അതിനൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഏകദേശം ഒരു സൈഡ് ഒരു റെഡിഷ് കളറായി എന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് അത് തിരിച്ചിടുക. രണ്ട് സൈഡും ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് അത് വെണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കുക. അപ്പം നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി റെഡി ആയിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ് പഴംപൊരി ഉണ്ടാക്കാനായിട്ട്. വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കെല്ലാം ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.